ഹെൽനൂസ് പാട്ട കൊച്ചിന് എന്തോ പ്രശ്നമുണ്ട്. പാട്ട കൊച്ച് ഭയങ്കര വിഷമത്തിലാണ്. ഏതാണ്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ കേട്ടു. കടപടാന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കടപട എന്താണെന്ന് കേട്ട് നോക്കാം കേട്ടോ. ഹെലൻ പറഞ്ഞെന്താണെന്ന് കേട്ട് നോക്കാം. പാവം കൊച്ചിന് എന്തൊക്കെ വിഷമമുണ്ട്. എന്തോളെ പറ കേക്കട്ടെ. so many calls. It's okay. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച ചെറിയൊരു ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കും ആ പാട്ട് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് എനിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കും. ഒരാളെയും വിശ്വസിക്കുന്നത് നെവർ ട്രസ്റ്റ് എനിബഡി നെവർ ട്രസ്റ്റ്. ഓക്കെ, ഒരാളെ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ 5 വർഷമാവട്ടെ 6 വർഷമാവട്ടെ 10 വർഷമാവട്ടെ ഉള്ളത് ഒരാളെയും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. ഞാൻ പണ്ട് ഇവിടെ വായിച്ചിട്ടുണ്ട് ചങ്ങാതി നന്നായി കണ്ണാടി വന്നപ്പോൾ പണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചങ്ങാതി നന്നല്ല ഈ സ്വാർത്ഥതയുള്ള മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമുക്ക് ആൾക്കാർ നമ്മൾ ഞാൻ ചെയ്യാൻ പറയാം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. ഞാൻ ഈ ജീവൻ കൂടി വന്നാൽ ചതിക്കില്ല, അത് വേറെ കാര്യം. പിന്നെ പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആരും കൊണ്ടിട്ട് കാലം ഉണ്ടായിരുന്നു. അത് പോയി. താങ്ക് യു സോ മച്ച്. കൂടെ നിന്ന് ഒരു കാലം പറ്റി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി നമുക്ക് ജീവിതത്തിൽ എനിക്ക് ഈ 26ാമത്തെ വയസ്സിൽ പഠിക്കാനൊരു പാഠമായി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെവർ ട്രസ്റ്റ് എനിബഡി എന്നുള്ളത്, ഒരാളെ വിശ്വസിക്കരുത്. ജീവിതത്തിലൊരു വലിയൊരു പാഠം, അങ്ങനെ പറയാനേ വലിയൊരു പാഠമാണിത്. ഞാൻ സിനിമയിലൊക്കെ കേട്ടേ ഉള്ളൂ, കൂടെ നിൽക്കുന്നവരുടെ കുട്ടികൾ വെട്ടാൻ പറ്റുമോ സെക്യൂരിറ്റി ബൈക്കുകളെ അങ്ങനെ വെട്ടാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്ന് ആരൊക്കെ നമുക്ക് കാണിച്ചു തന്നു. നല്ലതാണ്, വളരെ നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചടിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞേ ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ഞാൻ തിരിച്ചടിക്കുന്ന സമയത്ത് കൊതികൾ വെട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല. അത് കൊതികൾ വെട്ടൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും ഞാൻ സന്തോഷിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത് ശരിയല്ല, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. ഈ 2 തോണിയൊക്കെ ഒരുമിച്ച് കാലത്ത് ഏതെങ്കിലും ഒന്നും ഓക്കെ പിന്നെ രണ്ടും തെറ്റാ. കൊച്ചിനൊന്നും പറയാൻ അറിയത്തില്ല, അതാ കുഴപ്പം. 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിന്നാൽ വെള്ളം 2 സൈഡിലേക്ക് പോകുമ്പോൾ കീറിപ്പോകും. ഇപ്പോൾ കുരുവുള്ള ഭാഷനില്ലേ, ആ ഭാഷൻ കീറി അങ്ങോട്ട് പോകും എന്നാണ് പറയേണ്ടത്. ബോധ്യപ്പെടുത്തി കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ഒരു കൈ അകലത്തിൽ നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സൈഡിൽ 101% കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ആ ഒരു 100ൽ പിന്നെ 0.001% പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ലിറ്ററലി നമുക്ക് സങ്കടം തോന്നും. മനസ്സിലായി, നമ്മൾ എന്ത് ബോൾഡാണ് കാര്യമാണ് തേങ്ങയാണ് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ ലിറ്ററലി നമുക്ക് അതൊരു സങ്കടം തോന്നും. അതിനുള്ള അവസ്ഥയിൽ ഞാൻ എത്താൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിക്വസ്റ്റ് വൈസ് നെവർ ട്രസ്റ്റ്. സെൽഫിഷ് ആയിട്ടുള്ളവരെ ട്രസ്റ്റ് ചെയ്യരുത്. അതാണ് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം. ശരിയാണല്ലോ, സെൽഫിഷ് പേഴ്സൺ തന്നെയാണ്. ആക്ച്വലി പാട്ടയ്ക്ക് ഞാനൊരു ഉപദേശം തരട്ടെ. പാട്ടയ്ക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരികയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് തരികയാണ്. നമ്മൾ ശക്തരാണെങ്കിൽ, നമ്മൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ്ലി ജെന്യുവിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പലരും ചാരും. എന്തിനെന്നറിയാമോ? നമുക്കറിയില്ല നമ്മളുടെ വാല്യൂ എന്താണെന്ന്, നമ്മളുടെ പവർ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. കൊച്ചിൻ്റെ പ്രശ്നം അതാ. യു ആർ സ്ട്രോങ്. അതുകൊണ്ട് മാത്രമാണ് ആ സൗഹൃദ വലയത്തിൽ താനുള്ളത്. അല്ലെങ്കിൽ അടുപ്പിക്കത്തില്ല. അത് ഇനിയും തിരിച്ചറിയാതെ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നിടത്ത് പോകും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരാളുമായിട്ട് ഉണ്ടാകാനുള്ള കാര്യവും ഞാൻ പറയാം. 2 പെൺകുട്ടികളെ ഒരുത്തൻ നന്നായിട്ട് അങ്ങോട്ട് ചതിക്കുകയാണ്. പസു ചതിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. ആ കുട്ടികളെ ഞാൻ എന്നും ഇരുന്ന് കാണുമായിരുന്നു. അതിൽ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണുകൾ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ സങ്കടം കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും വരെ കാണുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കുറച്ച് ഓവർ ആക്ടിങ് ആകെ മൊത്തത്തിൽ. അപ്പോഴാണ് 3ാമതൊരു പെൺകുട്ടി ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്നൊരു ന്യൂസ് വരുന്നു. ആകെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലായി ഇവനൊരു നല്ല പൂങ്കോഴിയാണ്. അപ്പോൾ ഈ കോഴിക്ക് അർമാദവുമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസതിയാണ് ഈ പെൺകുട്ടികൾ എന്നത് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ വൈറലായത് എന്തും എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്ന അരിയണ്ണൻ അതും എടുത്തു വെച്ച് വീഡിയോ ചെയ്തു. സ്വാഭാവികം. ഞാൻ അതിനകത്ത് തിരിച്ച് മറുപടി പറഞ്ഞു. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു, ഞാൻ തിരിച്ചും കൊടുത്തു. ഇല്ല എന്ന് പറയുന്നത് തെളിവുണ്ട് എൻ്റെ കയ്യിൽ. ഈ സമയത്ത് ഈ പാട്ടക്കൊച്ച് അവിടെ വന്നൊരു കമൻ്റ് ഇട്ടു. എനിക്കപ്പോഴേ മനസ്സിലായി ഈ കുട്ടി അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. വീഡിയോ മുഴുക്കെ കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാനാവില്ല. ബോൾഡായ സ്ത്രീകളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ചില വീഡിയോസിലൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇതൊരിക്കലും പറ്റത്തില്ലല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കമൻറ്റ് ഇങ്ങനെയായിരുന്നു, നിങ്ങളെന്ത് വേണമെങ്കിലും പരസ്പരം പറഞ്ഞോളൂ, അച്ഛനും അമ്മയും പറയരുതെന്ന്. അതൊരു വാണിംഗ് എന്നിട്ട് പോയതാണ്. അപ്പോഴേ ഞാൻ ഓർത്തു. തിരിച്ച് ഞാൻ മറുപടി എഴുതിയിട്ടു. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അത് കഴിഞ്ഞു.
പിന്നെ സംസാരമില്ല. അപ്പോൾ ഈ കമൻറ്റ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും കണ്ടിരുന്നു. എന്താ പാട്ടയെ പേടിയാണോ? നിങ്ങൾക്ക് പാട്ടയെ എതിർക്കാൻ പറ്റില്ലേ? പാട്ടയുടെ വായന നല്ലത് കേൾക്കും. ദാറ്റ് മീൻസ് വാട്ട്? ആ കുട്ടി നല്ല തെറി പറയും, ആ കുട്ടി നല്ല മോശം പറയും. അപ്പോൾ അതിൻ്റെ അടുത്ത് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മറുപടി കിട്ടും. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം. ഇത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. എനിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലായി അത് അവിടെ കീപ്പ് ചെയ്തതും സാറ് തന്നെയാണ്. പലയിടങ്ങളും പറയുന്നുണ്ട്, നമ്മൾ രഹസ്യ സംഭാഷണങ്ങൾ മണിക്കൂറുകളോളം പറയാറുണ്ട്. അതിൽ പലതും പറയും. ഞാനും പാട്ടയും തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. അവിടെയും ഈ കുട്ടി ഒരു മെറ്റീരിയലായി ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. പതിയെ മനസ്സിലാകുമെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയണം, നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ എന്ന വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാതെ നമ്മളുടെ ആ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ ചതിക്കും. ഇത് ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്നവർക്ക് ഒരു പാഠമാണ്. അതാണ് കൊച്ചു പറഞ്ഞത്. ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്ന ആരാ? മുട്ടക്കൂടോത്രക്കാരി മുല്ലപ്പൂവാ. അപ്പോൾ കൂടോത്രക്കാരിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ കൊണ്ട് നടന്ന അത്രയും ഡെപ്തിലുള്ളൊരു സൗഹൃദത്തിനെ നീക്കി വെച്ചു. പാട്ട ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ പാട്ടയ്ക്കെതിരാണ്. നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകണം. സൗഹൃദങ്ങളിൽ തെറ്റുകൾ, വീഴ്ചകൾ വന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കരുത്, എതിർക്കണം. ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞു, ഞാനും കണ്ണനും തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷേ കണ്ണൻ തെറ്റ് ചെയ്താൽ ഞാൻ എതിർക്കും. പറ്റില്ല, ഞാനത് സംസാരിക്കാനേ പോകാറില്ല. കണ്ണൻ റീസെൻ്റ്ലി റോബിനെതിരെ എന്തോ എന്ന് പറഞ്ഞു. ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാണ്? എനിക്കത് ഇഷ്ടമില്ല, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വശത്തേക്കേ പോയിട്ടില്ല. പക്ഷേ സൂചനകൾ കൊടുത്തു. എൻ്റെ അടുത്ത് ഈ കാര്യം മുന്നോട്ട് വരേണ്ട, താല്പര്യമില്ല. തിരിച്ച് ഒലീവിയ ഇഷ്യൂ വന്നപ്പോൾ കണ്ണൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ഞാൻ പക്ഷേ ആദ്യം ഒലീവിയയ്ക്ക് സപ്പോർട്ട് പറഞ്ഞു. കണ്ണൻ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് നിന്നു. കാലം മാറി ചിന്തിച്ചു, എനിക്ക് മനസ്സിലാക്കി തന്നു ഒലീവിയ റോങ് ആണെന്ന്. അപ്പം ഒരു സ്ട്രോങ് പിന്നെ ഫ്രണ്ട്ഷിപ്പിനകത്ത് നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതേപോലെ വേറൊരു സൗഹൃദമുണ്ട്, രഘു രാമൻ. എൻ്റെ നല്ല സുഹൃത്താണ്, സ്ത്രീപക്ഷവാദിയാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ കുറേ നാൾ മിണ്ടാതായിരുന്നു. ഒരു 3 മാസക്കാലം ഞങ്ങൾ മിണ്ടൂലായിരുന്നു. കാരണവും മുല്ലപ്പൂ തന്നെ. ബിഗ് ബോസിൽ ആ കുട്ടി ഭയങ്കര ഫോമാണ്, ഞാൻ സ്ത്രീപക്ഷവാദിയാണ്, അവക്കൊപ്പം നിൽക്കും. ഈ പുരോഗമനവാദ ചിന്തയൊക്കെ പുള്ളിക്കാരത്തി തൂണ്ടിവിട്ടപ്പോൾ അതും കൊണ്ട് രഘുചേട്ടൻ നിന്നു. സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനർത്ഥം പുള്ളി പറയണ എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. ഈ വിഷയത്തിൽ എനിക്ക് വിരുദ്ധാഭിപ്രായമാണ്. പുള്ളിയെ നീക്കി നിർത്തി, മാറ്റി നിർത്തി എന്നുള്ളതാണ്. എൻ്റെ വിരുദ്ധാഭിപ്രായങ്ങൾ അവിടെ തന്നെ നിലനിൽക്കും. അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, സൗഹൃദങ്ങൾ ഒരു രീതിയിലുള്ള വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ സൗഹൃദം ഒരാളെ വൃത്തികേടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ നടത്തുക. അതിനപ്പുറം ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത്. അത് നല്ല സുഹൃത്തിൻ്റെ ലക്ഷണമല്ല. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ആ പോർഷൻ അതവിടെ പറഞ്ഞു കൊടുക്കണം. ഇതെനിക്ക് പറ്റില്ല, ഈ വിഷയം എന്നെ കൊണ്ടൊക്കില്ല, ഇത് പറയണം. നിങ്ങൾക്കും ചാനലുണ്ട്, ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്കും ചാനലുണ്ട്. ആ വ്യക്തി പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പേക്കൂത്താടുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പലരും ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് പാട്ടയ്ക്കെതിരെ നിൽക്കുന്നില്ല? ഒളിഞ്ഞും തെളിഞ്ഞും മാത്രം പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലർ പറയുന്നത് കേട്ടിട്ടാണ് മൈക്ക് എടുക്കുന്നതെന്ന്. വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ എടുക്കില്ല. എനിവേ, ഹാപ്പൻ ഈസ് ഹാപ്പൻ. ഇപ്പോൾ ഈ ഒരു വിഷയം ഇത്ര വേഗം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഈ ചങ്ങാതി വൃത്തികെട്ട ചങ്ങാതിയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. എത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും എനിക്ക് ഒരുപാട് പറ്റുകൾ വന്നു. അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു പറ്റു വന്നത് ഈ ആലപ്പുഴയുള്ള ഒരു വിജിംബരിച്ച ജന്തുവാണ്. ഈ ജന്തു സൗഹൃദം ആണ് എന്ന് ഇങ്ങടാ വന്ന് പറഞ്ഞു. പലപ്പോഴും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഒരു കട്ടാൻ റൈറ്റ് മോഡൽ എന്നോട് കാണിക്കരുത്, എന്നെ പിരിഞ്ഞു പോകരുത്, പോയാൽ അതിൻ്റെ റീസൺ എന്നോട് പറയണം. ഈ രീതിയിലൊക്കെ സാഹിത്യപരമായിട്ടൊക്കെ നമ്മളെടുത്ത് എഴുന്നള്ളിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അത്രയും വൃത്തികെട്ട ഒരു ടീമിൻ്റെ ഒപ്പം പോയി നിന്ന് നമ്മളെ തെറി പറയുന്നതാണ് കാണുന്നത്. വളരെ മോശമായി പറയുന്നതാണ് കാണുന്നത്. വലിയ വേദന തോന്നും, എനിക്കത് മനസ്സിലാകും. എനിക്ക് പക്ഷേ ഉണ്ടായ വേദനയുടെ 1%, അതായത് ഇപ്പോൾ എനിക്ക് ഒരു 10% ഒരു പെയിൻ തോന്നിയിട്ടുള്ളൂ. കുട്ടിക്കത് 100 ആണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ അവളെ അത്രേ കണക്കാക്കിയുള്ളൂ. പക്ഷെ കുഞ്ഞങ്ങനെയല്ല, ഒരുപാട് ഡീപ്പിലായിരുന്നു ഈ സൗഹൃദം കൊച്ചിന് പാട്ടയ്ക്ക്. അപ്പോൾ പാട്ടയ്ക്ക് ആ വിഷമം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ബ്രേവാണ്, നല്ലതുപോലെ ഒരു തീരുമാനമെടുക്കുക, സ്ട്രോങ് ആവുക. തനിച്ച് നമ്മൾ ശക്തരാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഞാൻ മനസ്സിലാക്കിയ ഹെലൻ വളരെ ശക്തയാണ്, പെർഫെക്റ്റാണ്. ഹെലനെയാണ് അവർക്ക് ആവശ്യം.
ഹെലന് അവരെ ആവശ്യമില്ല. അത് ഹെലന് വൈകിപ്പോയി, ഇനിയും വൈകി, ഇനിയും ആ ചെളിക്കുണ്ടിലായിരുന്നെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായേനെ. ഉടനെ വരും, മാപ്പ് പറയും, കാൽ പിടിക്കും, പല കോപ്രായങ്ങളും കാണിക്കും. ഇനി ഒരു അബദ്ധം പറ്റരുത്. കാരണം ഒരു പ്രാവശ്യം സംഭവിച്ചാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. കണ്ടുകൊണ്ട് വരുന്നത് അത്രയും കാണുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത്. ഇത് നിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് കുറേ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ചെയ്തതുണ്ടല്ലോ, ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല. എന്തെന്ന് പറഞ്ഞാലും ആ സൗഹൃദത്തിന് അവിടെ ഒരു തട തീർച്ചയായിട്ടും വയ്ക്കുക. ഇത്രയും വലിയ ചതിയൊന്നും ഒരു സുഹൃത്തും ചെയ്യത്തില്ല. എത്ര സ്വാർത്ഥമതിയാണെന്ന് പറഞ്ഞാലും ഇമ്മാതിരി ചെയ്യില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും വൃത്തികെട്ടവനാണ്. സ്വന്തം ഭാര്യയെ ഇട്ടുകൊടുക്കുന്നു സൈബർ ബുള്ളിങ്ങിന്, കൂട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ബാക്കിയുള്ള കൂട്ടുകാരെ നോക്കുന്നില്ല, എവിടെയും അയാളുടെ കാര്യം മാത്രം മുൻപോട്ട് വയ്ക്കുന്നു. തൻ്റെ പേര്, തനിക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ തനിക്ക് നന്നാകാൻ വേണ്ടി മറ്റുള്ളവരെ കൂടടക്കം നശിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ക്യാരക്ടർ കൂടെ നിർത്തി സൗഹൃദം എന്ന് പറഞ്ഞെടുത്ത് പോലും തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ദാറ്റ്സ് മൈ പോയിന്റ്. അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കാണുന്നവർക്ക് സൗഹൃദങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ട് എഴുതിയിടാം. എനിക്കാണെങ്കിൽ അത് ഒരുപാട് പറയാനുണ്ട്. സൗഹൃദം നടിച്ച് വന്ന പല പേക്കൂത്തുകളും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും എൻ്റെ സൗഹൃദമല്ല. എൻ്റെ സൗഹൃദം എന്ന് എനിക്ക് ഏറ്റവും ആത്മാർത്ഥതയോട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു സൗഹൃദം ഞാൻ പറയാം. ഒരുപാടുണ്ട്, അതിൽ ഒരാളെ മാത്രം പറയാം. ഷീത ബെസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ എൻ്റെ ഒരു സൗഹൃദമായിരുന്നു വെച്ചാൽ ഷീതയെന്ന് ഞാൻ പറയും. അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ കുട്ടിയെ. അവൾക്ക് എന്നോടും എന്താണെന്നറിയില്ല, എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ഒരു സിങ്ക് ഉണ്ടായെന്നറിയില്ല. അതുപോലൊരു സൗഹൃദം എനിക്ക് പിന്നെ വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാം. ബാക്കി എല്ലാ ആളുകൾക്കും വൺ ഓർ അനദർ മീൻസ് ഒരു ചെറിയ ഇതുണ്ടാകും. ഇതൊരു രീതിയിലുമില്ല. 100% കറകളഞ്ഞൊരു സ്നേഹം, ഒരു സൗഹൃദം. അത് ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. എന്തായാലും പബ്ലിക്കിലൊന്നും ഞാൻ കൊണ്ടുവന്ന് തരുന്നില്ല. അത് എൻ്റെ സ്വകാര്യ സ്വത്താണ്, എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്. സോ അതുപോലൊരു സൗഹൃദം എനിക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് വൈസായിട്ട് ചൂസ് ചെയ്യുക. ഒരു കാരണവശാലും നമ്മളുടെ 100% നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മളുടെ 100% കൊടുക്കരുത്. കൊടുത്താൽ പണി ഉറപ്പാണ്, കിട്ടും. അത് തർക്കിക്കുകയേ വേണ്ട. നമ്മൾ ഒരു ലിമിറ്റ് ഇട്ടേക്കുക. നമ്മളെപ്പോഴും ഒരു 40% നമ്മുടെ കൈ വയ്ക്കുക, 60 കൊടുത്തേക്കുക. ആ 40% നമ്മുടെ മനസ്വസ്ഥത കിട്ടും. എപ്പോൾ വേണമെങ്കിലും ചതിക്കാം, എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞ് കുത്താം എന്നുള്ളതൊരു ബോധമായിരിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പാട്ടക്കൊച്ചെ, ഞാൻ നിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട്. നീ എനിക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മാത്രമേ ചെയ്യാനുള്ളൂ. റിപ്പോർട്ട് അടിക്കില്ലേ? പാവം ഞാൻ കേട്ടോ, പാവം ഞാൻ. അതുകൊണ്ടാണ്